ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. അതിനു മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്റെ കയ്യിലെ ബ്ലൂ പ്രിന്റ് പ്രയോഗിച്ചിരിക്കുകയാണ്. എന്താണ് ഈ സംഭവം? അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരാനിരിക്കുന്ന ഇസ്രായേൽ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവിനെ ഇപ്പോൾ അതിമാരകമായിട്ടുള്ള പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ സുഹൃത്ത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മിഡിൽ ഈസ്റ്റിൽ ഒരു പവർ ബ്ലോക്ക് സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഈ 6 കക്ഷി സഖ്യത്തിന് നെതന്യാഹു ഹെക്സഗൺ എന്നാണ് പേരിട്ടിരിക്കുന്നത്. തീവ്രവാദത്തിനും ഭീകരതയ്ക്കുമെതിരെ പോരാടുകയും ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശക്തമായ വേദി സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യക്കും ഇസ്രായേലിനും പുറമെ സുരക്ഷ മുതൽ വ്യാപാരം വരെയുള്ള എല്ലാ മേഖലകളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഗ്രീസ്, സൈപ്രസ്, അറബ് രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവ ഈ സഖ്യത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. തുർക്കിക്കും ചൈനയ്ക്കും തന്ത്രപരമായിട്ടുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇതുവഴി നൽകിയിരിക്കുന്നത്. ഈ ഷഡ്ഭുജ സഖ്യം തുർക്കിക്ക് വലിയൊരു തന്ത്രപരമായ പ്രഹരമായി മാറിയേക്കാം. മെഡിറ്ററേനിയനിലെ എണ്ണ വാതക ശേഖരം കൈവശപ്പെടുത്താൻ വളരെ കാലമായി ശ്രമിച്ചുകൊണ്ടിരുന്ന തുർക്കിയെ തടയാൻ ഗ്രീസിന്റെയും സൈപ്രസിന്റെയും സാന്നിധ്യം ഈ സഖ്യത്തിൽ നിർണായകമാണ്. കശ്മീർ വിഷയത്തിൽ തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾക്കും ഇസ്രായേലിനെതിരായിട്ടുള്ള ഭീഷണികൾക്കും മറുപടി നൽകാൻ ഇന്ത്യയും ഇസ്രായേലും ഇപ്പോൾ തുർക്കിയുടെ ബദ്ധവൈരികളുമായി കൈകോർക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച് യൂറോപ്പിലേക്ക് പോകുന്ന പുതിയ വ്യാപാരപാത തുർക്കിയെ മറികടക്കും. ഇത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ആഗോള സൂപ്പർ പവറിലേക്കുള്ള ഇന്ത്യയുടെ ചുവടുവയ്പ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സഖ്യം ഒരു ആഗോള സൂപ്പർ പവർ ആകുന്നതിനുള്ള ഒരു വലിയ ചുവടുവയ്പായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ പങ്കാളിത്തം ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റിലേക്കും യൂറോപ്പിലേക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു പാതയാണ് തുറന്നു നൽകുന്നത്. ഇത് ചൈനയുടെ വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതിയെ പരാജയപ്പെടുത്തുകയും ചെയ്യും. ഈ സഖ്യം ഇറാനെയോ മറ്റ് റാഡിക്കൽ രാജ്യങ്ങളെയോ സന്തുലിതമാക്കുക മാത്രമല്ല, ലോകത്തിന് സമാധാനവും സ്ഥിരതയും കൊണ്ടുവരുമെന്നും നെതന്യാഹു ഇപ്പോൾ പറയുന്നു. അമേരിക്ക അല്ലാത്ത ഒരു പുതിയ നാറ്റോ ആയിട്ടാണ് നയതന്ത്ര വിദഗ്ധർ ഇതിനെ കാണുന്നത്. അവിടെ അംഗരാജ്യങ്ങൾക്ക് അവരുടെ സുരക്ഷയും വ്യാപാര താല്പര്യങ്ങളും സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട 6 വശങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇന്ത്യ ഈ സഖ്യത്തിന്റെ ഏറ്റവും വലുതും ശക്തവുമായിട്ടുള്ള ഒരു മുഖമായി മാറും. ഇസ്രായേൽ ഈ മുഴുവൻ ശൃംഖലയുടെയും കേന്ദ്രമായി വിളങ്ങും. ഗ്രീസും സൈപ്രസും മെഡിറ്ററേനിയനിലെ തന്ത്രപരമായിട്ടുള്ള പിടിക്കായി ഈ സഖ്യത്തിൽ അണിചേരും. അറബ് രാജ്യങ്ങൾ സാമ്പത്തിക വികസനത്തിനും സമാധാനത്തിനും വേണ്ടി ഈ സഖ്യത്തിൽ നിലകൊള്ളും. ആഫ്രിക്കൻ രാജ്യങ്ങൾ അവരുടെ ഭാവി ആവശ്യങ്ങൾക്കായും ഡെവലപ്മെന്റിനായും ഈ സഖ്യത്തിനകത്ത് നിലകൊള്ളും. ഏഷ്യൻ രാജ്യങ്ങൾ ചൈനയുടെ സ്വാധീനം തടയാനായി ഈ സഖ്യത്തിനകത്ത് നിലകൊള്ളുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും മണിക്കൂറുകൾക്കകം ഇസ്രായേൽ സന്ദർശിക്കുന്ന വേളയിൽ വലിയ വലിയ തീരുമാനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.